ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഓക്കെ, നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഇവരുടെ പോസിറ്റീവ് സൈഡിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് സൈഡ് അനുഭവിച്ചിരിക്കുന്ന വ്യക്തികളും നിങ്ങളാണ്. അത് വാക്കുകളും കൊണ്ടാണെങ്കിലും പ്രവർത്തികളും കൊണ്ടാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തിയുടേതായിട്ടുള്ള എല്ലാ കുൽസിത പ്രവർത്തികളും എല്ലാ പരിപാടികളും ഏറ്റവും കൂടുതൽ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയത് നിങ്ങൾക്കാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ വ്യക്തിയുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്, ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു സംസാരത്തിനാണെങ്കിലോ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള ഒരു സ്നേഹബന്ധത്തിനാണെങ്കിലോ ഒരു പഴയ രീതിയിലുള്ള ഒരു കൂടിച്ചേരലിനാണെന്നുണ്ടെങ്കിലും ഒരു തടസ്സം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥ, സ്വന്തമായിട്ട് തടസ്സം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ കൊണ്ടും തടസ്സം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കൂടാൻ പാടില്ല, കൂടിച്ചേർന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതൊരു പരാജയമായിരിക്കും എന്നുള്ള മറ്റുള്ളവർക്കൊരു ആശങ്ക, പുറത്തുനിന്നുള്ള വ്യക്തികൾ അല്ല നിങ്ങൾ രണ്ടുപേരും കൂടാതെ പുറത്തുനിന്നുള്ള വ്യക്തികൾക്ക് ഒരു ആശങ്ക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഒരു ടെൻഷൻ, കുശുമ്പ്, അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയും കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഈ ഒരു 50% ആളുകൾ, 50 അല്ല ഒരു 40% ആളുകൾ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കൂ, ഞാൻ ഇതൊക്കെ ചെയ്യൂ, അങ്ങനെയുള്ള രീതിയിൽ മറ്റുള്ളവരുടെ ഇതൊന്നും ഇല്ലാതെ ഒരു ഈഗോപരമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന കാര്യം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ചെയ്ത പോസിറ്റീവ് സൈഡ് കാര്യങ്ങളൊന്നും മുൻതൂക്കം കൊടുക്കാതെ നിങ്ങൾ ചെയ്ത നെഗറ്റീവ് കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് അതിൽ ചിന്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടികളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടാവാം. ഒരു മനുഷ്യന് ഒരാളുടെ ഒരു സമയം കൊടുക്കുക, ഈ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു മനുഷ്യന്റെ ഒരു സമയം കൊടുക്കുക എന്നാണ്. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ഈ വ്യക്തി എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നല്ല രീതിക്ക് സ്നേഹം കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കെയറിങ് കൊടുക്കുക, നല്ല രീതിക്ക് ഇവരുടെ ഏത് രീതിയിലുള്ള സ്വഭാവങ്ങൾ കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ സഹിക്കാൻ തയ്യാറായി, ഇത് നാളെ ശരിയാകും, മറ്റന്നാൾ ശരിയാകും, അല്ലാന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴെങ്കിലും ശരിയാകുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഇങ്ങനെ എണ്ണി നീക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ട്. കുറച്ചാളുകൾക്ക് ഈ വ്യക്തിനെ വേണ്ടെന്നുണ്ടെങ്കിലും ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു മാപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്ക് ഈ വ്യക്തി വന്ന് മാപ്പ് പറയുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചെയ്ത പരിപാടികൾക്ക് ഇവർക്ക് ഒരു കർമ്മ കിട്ടുക എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തി എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഒരു ബന്ധനം എന്ന് പറയുന്ന ഒരു രീതിയിൽ നിൽക്കുകയാണ്. ഒരു തലകീഴായി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്.
നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിലും എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ഒരു ബ്ലാക്ക് മെയിലിംഗ് എനർജി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പല കാര്യങ്ങളിൽ. അപ്പൊ അത് ബ്ലാക്ക് മെയിലിംഗ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ പല രീതിയുണ്ടല്ലോ. ഏത് കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഒരു ബ്ലാക്ക് മെയിലിംഗ് എനർജി നിങ്ങളുടെ വ്യക്തിനെ പിന്തുടരാനായിട്ട് ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് പുറത്തു നിന്ന്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതിനെ പറ്റിയും പുള്ളിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരത്തിക്ക് ഒരു തിരിച്ചറിവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് എന്താ പറയാ പ്രായോഗികമാക്കാൻ പറ്റുന്നില്ല, ഒന്നും അങ്ങോട്ട് ശരിയാക്കാൻ പറ്റുന്നില്ല, ഒന്നും അങ്ങോട്ട് പഴയ പോലെ ഒരു എന്താ പറയാ പഴയ പോലെയുള്ള ഒരു ആളുകളെ വിശ്വസിപ്പിച്ചെടുക്കാനോ അല്ലെങ്കിൽ പഴയ പോലെ ഒരു കുൽസിത പ്രവർത്തികൾ നടത്താനോ പുള്ളിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരത്തിക്ക് പറ്റുന്നില്ല. കാരണം ഈ വ്യക്തിനെ ഏകദേശം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഈ വ്യക്തി എന്താണെന്ന്. പിന്നെ ഈ വ്യക്തി ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഏകദേശം നിങ്ങൾക്കറിയാൻ പറ്റും. പണ്ടത്തെ പോലെയുള്ള പരിപാടികളൊന്നും അങ്ങോട്ട് പുള്ളിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരത്തിക്ക് അങ്ങോട്ട് ഏക്കുന്നില്ല. പണ്ടത്തെ പോലത്തെ സ്വഭാവം കാണിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ഈ വ്യക്തി കാണിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ചു വെച്ചിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിനെ ആവശ്യമാണ്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണോ എന്നൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് മാത്രമായിട്ട് വേണമെന്നാണ് ആഗ്രഹം. നിങ്ങൾക്ക് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് മാത്രമായിരിക്കണം. പക്ഷെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളെപ്പറ്റിയും നിങ്ങളുടെ കുട്ടികളെ പറ്റിയും മാത്രമല്ല, ഈ വേണ്ടാത്ത കുറെ ചിന്തകളും അല്ലെങ്കിൽ വേണ്ടാത്ത കുറെ എനർജികളുടെ കാര്യങ്ങളും തലയിലിട്ട് പുകക്കുന്നുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തുകൾ നിങ്ങളും ഏൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ഏറ്റിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ടോട്ടലി ബാധിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ തീരെ മിണ്ടാതെ ഇരിക്കുന്ന ആളുകളായിരിക്കാം. അതോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൂടി എന്താ പറയാ ഈ മണ്ണും ചാരി ഇന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നുള്ള രീതിയിലുള്ള പല പരിപാടികളും നിങ്ങളുടെ കൺമുന്നിൽ തന്നെ പല ആംഗ്യങ്ങളും പല പരിപാടികളും നിങ്ങൾ കാണുന്നുണ്ടാകാം. നിങ്ങൾക്കത് അംഗീകരിക്കാനോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല പരിപാടികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിപ്പോ ഒരു ലവർ എന്ന് പറയുന്ന സ്ഥാനത്ത് തന്നെയുള്ള തേർഡ് പാർട്ടി ആയിരിക്കില്ല. പല രീതിയിലുള്ള തേർഡ് പാർട്ടീസ് ഉണ്ടല്ലോ. നിങ്ങളെക്കാളും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെക്കാളും കൂടുതൽ സ്ഥാനം, അല്ലെങ്കിൽ നിങ്ങളെക്കാളും കൂടുതൽ വാക്കിന് വില കൊടുക്കുന്ന പല ആളുകളുടെയും കാര്യങ്ങൾ ഇവര് ഇട്ട് പുകച്ചോണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങളെയും ബാധിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അത് ചിലപ്പോ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലവർ റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളുടെ ഇടയിലെ മുഖ്യ കാര്യം ഇതാണ്. അപ്പൊ അത് നിങ്ങളുടെ അടുത്തോട്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കൂടിച്ചേരലിന് അതൊരു ബുദ്ധിമുട്ടാണ്, തടസ്സം, ഒരു വിലങ്ങുതടി പോലെ നിൽക്കുവാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ. കാരണം ഇതിൻ്റെ അകത്ത് മാനസികമായിട്ടുള്ള ഒരുപാട് അകൽച്ച നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പിടിച്ചു വെക്കാൻ നോക്കും, ഇത് എന്താ പറയാ പിടിച്ചു വെക്കലിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇങ്ങനെ ലൂസായി പോകാൻ നോക്കും. പിന്നെ നിങ്ങൾക്ക് പേടിയാണ്, ഈ വ്യക്തിനെ നഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ ഈ വ്യക്തിനെ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ വ്യക്തിനെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഈ വ്യക്തിനെ പ്രൊട്ടക്ട് ചെയ്ത് എൻ്റെ അടുത്ത് നിർത്താൻ പറ്റുമോ, അങ്ങനെ നിർത്തണം എന്നുള്ള ചിന്ത, അതിനുള്ള പ്രവർത്തികൾ. നിങ്ങൾ ദേഷ്യം കൊണ്ട് നിർത്താൻ നോക്കി, നിങ്ങൾ ഒരുപാട്, ചില ആളുകൾ ഒരുപാട് പ്രാർത്ഥന പൂജ അങ്ങനെയുള്ള രീതിയിൽ നിർത്താൻ നോക്കി, ചില ആളുകൾ ഒന്നും ചെയ്യാതെ ദൈവത്തിനെ വിളിച്ച് നിങ്ങൾ നിർത്താൻ നോക്കി. അങ്ങനെയുള്ള പല പരിപാടികളും നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള എഫേർട്ടുകളൊന്നും ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ വ്യക്തി കണ്ടിട്ടില്ല. ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ ഇപ്പൊ ഒരു 10 നല്ല കാര്യം ചെയ്താലും നിങ്ങൾ ചെയ്ത ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം അത്
ചൂണ്ടി 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 കാണിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. കൊള്ളാല്ല മച്ചമ്പി. കലക്കം സാധനമാണല്ലോ. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. കാരണം നിങ്ങളിപ്പോൾ ചില ആളുകൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ചില ആളുകൾ ഫിനാൻഷ്യലി ആണെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു വ്യക്തിയുടെ നെഗറ്റീവ് സൈഡ് സഹിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഏറ്റവും വലിയത്. കാരണം ബാക്കി എന്താണെന്നുണ്ടെങ്കിലും ഇപ്പം എന്ത് പരിപാടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സഹിക്കുക, സ്നേഹത്തിന്റെ പേരിൽ ഏറ്റുമേടിക്കുക, അതൊക്കെയാണ് ഏറ്റവും വലിയ പരിപാടി. എന്നെ സംബന്ധിച്ച് അതാണ്. നിങ്ങൾക്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അല്ലേ? അങ്ങനെയല്ലേ? ബെസ്റ്റ്. ഒരെണ്ണവും കൂടി നോക്കാം. വാഗ്ദാനത്തിന്റെ നിറകൂടമായിരുന്നു കേട്ടോ. നിറകൂടമായിരുന്നു, നിറകുംഭമായിരുന്നു. വാഗ്ദാനങ്ങളുടെ ഒരു ആശാട്ടി അല്ലെങ്കിൽ വാഗ്ദാനങ്ങളുടെ ഒരു ആശാനായിരുന്നു. പക്ഷെ വാഗ്ദാനങ്ങൾ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വെള്ളത്തിൽ വരച്ച വരയിപ്പോയി. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കോരി വെച്ചിട്ട് ആ കലം എടുത്ത് ഉടക്കുന്ന അവസ്ഥയിൽ പോയി. ആ വാഗ്ദാനങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചിരുന്നു, ആ വാഗ്ദാനങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷെ ആ വാഗ്ദാനങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ശത്രുവായി. ഇവർക്ക് പുറമെ നിന്ന ആളുകളൊക്കെ മിത്രങ്ങളുമായി. അതൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ഈ വ്യക്തി ചെയ്ത പല കാര്യങ്ങളും ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡയറക്ടറോടോ ഷാജി കൈലാസിനോടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ എടുക്കാനുള്ള കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അത്രയും നിങ്ങളുടെ വ്യക്തി ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങളോട്. പല പരിപാടികളും ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്താ പറയാ, നമ്മളെ ഒരു കാര്യത്തിൽ ഒരുപാട് അഡിഷൻ ആക്കരുത് കേട്ടോ. ഓക്കെ, സ്നേഹമൊക്കെ ഉണ്ട്, ഓക്കെ. പക്ഷെ ഒരുപാട് അങ്ങോട്ട് അഡിഷൻ ആയി പോകരുതേ. കാരണം അത് നമ്മൾ അഡിഷൻ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ലൈഫിലെ ഒരു മുടിനാര് വരെ അതിനെ ബാധിക്കും. കാരണം ഇതിൻ്റെ അകത്ത് ഡിപ്രഷൻ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായേക്കുന്നവര് അല്ലെങ്കിൽ ആ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് കണ്ണുനീരൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ സ്നേഹിക്കും, നിങ്ങൾ ഇവര് ഏതൊക്കെ രീതിയിൽ വന്ന് മാപ്പ് പറഞ്ഞാലും എത്രയുള്ള രീതിയിൽ നിങ്ങളുടെ ഉള്ളിൽ ഇവരോട് കുറച്ചെങ്കിലും ഒരു കോർണറിലെങ്കിലും ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു ഉറവ പറ്റിയിട്ടില്ല എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കാര്യം. എപ്പോഴാണെങ്കിലും വന്നാൽ നിങ്ങളെ ഒരു കരച്ചിലൂടെയോ അതല്ല നിങ്ങളുടെ കാല് പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിലോ ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ആ ഒരു മനസ്സിലെ അത്രയും വർഷങ്ങളോളം ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഒരു മഞ്ഞുകട്ട ഉരുങ്ങുന്നത് പോലെ ആ വിഷമങ്ങളും ദുരിതങ്ങളും കോപങ്ങളും എല്ലാം ഉരുകിപ്പോകും എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. കാരണം നിങ്ങൾ സ്നേഹിച്ചതുപോലെ ഈ വ്യക്തിയെ ഒരു ആളും സ്നേഹിച്ചിട്ടുമില്ല. ഒരാളും നിങ്ങൾ അത്രയും പ്രയോറിറ്റി കൊടുത്ത പോലെ ഈ വ്യക്തിക്ക് അത്രയും പ്രയോറിറ്റി വേറൊരു വ്യക്തിയും കൊടുത്തിട്ടില്ല എന്ന് ഉള്ളിലറിയാം. പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കത്തില്ല. അതാണ് ചില ആളുകൾ അങ്ങനെയാണ്, പുറത്ത് പ്രകടിപ്പിക്കത്തില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ഇവർക്കറിയാം. എന്തെല്ലാം രീതിയിൽ എന്തെല്ലാം പരിപാടികൾ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അവസാനം കറങ്ങിത്തിരിഞ്ഞ് ഞാൻ എവിടെ ചെന്ന് ചേരണം എല്ലാം അറിയാം. പക്ഷേ എന്താ പറയാ, പുള്ളിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടേതായിട്ടുള്ള കുറച്ച് ഈ ഒരു ഗുണഗുണ സ്വഭാവം ഉണ്ടാവില്ല, കുറച്ച് കുൽസിത പരിപാടികളൊക്കെ ഉണ്ടാവില്ല. അതിങ്ങനെ ഇടക്കിടക്ക് കാണിച്ചുകൊണ്ടിരിക്കും. അതാണ് ബുദ്ധിമുട്ട്. അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ
അത് മറ്റുള്ളവരുടെ ലൈഫിന് വരെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല. ചില ആളുകൾ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിക്കുമ്പോൾ അത് നാളെ ആകട്ടെ, 2 മാസം കഴിയട്ടെ, 3 മാസം കഴിയട്ടെ, എനിക്കിപ്പോൾ ഇത്രയും പ്രശ്നമുണ്ട്, അത് നോക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആകട്ടെ, എനിക്കിപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്, എനിക്കത് ജീവിതത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് കഴിയട്ടെ എന്നും പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്ന വാക്കുകൾ മാറ്റി വെക്കപ്പെടുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്തത്, എൻ്റെ അവസ്ഥ മനസ്സിലാക്കൂ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇനി ഒരിക്കലും സംസാരിക്കാൻ വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചിലര് ഞാനിപ്പൊ തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. ഇപ്പം വാട്സപ്പ് ബ്ലോക്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, എന്ത് കാര്യത്തിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ബ്ലോക്ക് എന്ന് പറയുന്നത് അവര് തന്നെ വിചാരിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും. ഇപ്പൊ ഒരു വീടിന്റെ ആധാരം കാണാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എങ്കിലും എടുക്കാൻ പറ്റും. ഇത് അവര് തന്നെ വിചാരിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം വാട്സപ്പ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒയ്യോ എല്ലാം തീർന്നു എന്നുള്ള രീതിയിലാണ് അങ്ങോട്ട് മറ്റേ ഈ മണിച്ചിത്രത്താഴൊക്കെ ഇട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. മണിച്ചിത്രത്താഴൊക്കെ പിന്നെ നമുക്ക് ആരെങ്കിലും കൊണ്ട് ഉണ്ടാക്കിക്കാം. അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് നിങ്ങളുടെ ആള് ചെയ്തുകൊണ്ട് പോകുന്ന ഓരോരോ അവസ്ഥകൾ. അപ്പൊ ഇത് എന്തെങ്കിലും ആട്ടെ, ഇനി അതും കൂടി ഇല്ലാണ്ടാകണ്ടല്ല എന്ന് ഓർത്ത് ചില ആളുകൾ ഇങ്ങനെ കടിച്ചു പിടിച്ച് ദേഷ്യവും വിഷമവും സങ്കടവും ഒക്കെ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ ഇരിക്കുന്നവരും ഉണ്ട്. കാരണം ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് വയ്യ. കാരണം നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തി വീണ്ടും സ്നേഹബന്ധം കാണിക്കാൻ വരും. നിങ്ങളുടെ അടുത്ത് റീയൂണിയൻ കാര്യങ്ങൾക്കും എല്ലാ കാര്യത്തിനും വരും. നിങ്ങളുടെ അടുത്ത് പല രീതിയിലുള്ള പ്രവർത്തനത്തിനും വരും. പക്ഷെ നിങ്ങൾ നോക്കേണ്ടത്, നമ്മളൊരു റീയൂണിയൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാള് നല്ല രീതിയിൽ വരുവാണ്, ഒരാള് നല്ല എല്ലാം മാറ്റി ഒരു ക്ലിയർ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക. എനിക്ക് അതും വേണം ഇതും വേണം എല്ലായിടത്തും വേണം, ഇവരെയും വേണം അവരെയും വേണം മറ്റുള്ളവരെയും വേണം, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് സേക്രഡ് പ്ലാൻ, യെസ്, റൈസ് യുവർ വൈബ്രേഷൻ, ക്ലിയർ, ക്യാൻസൽ ആൻഡ് റിലീസ്, റൊമാൻസ് ആൻഡ് കണക്ഷൻ. നിങ്ങളുടെ ജീവിതത്തിലോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള രീതിയിലുള്ള ജീവിതം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പദ്ധതികൾ തയ്യാറാക്കുക. കുറച്ച് വിശുദ്ധമായിട്ടുള്ള പല പദ്ധതികളും നിങ്ങൾ മനസ്സിൻ്റെ അകത്ത് തയ്യാറാക്കുക. ഓക്കെ, നിങ്ങൾ വിട്ടുകളയേണ്ട കാര്യങ്ങൾ വിട്ടുകളയുക. മനസ്സിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകളയുക, അത് യൂണിവേഴ്സിൽ സമർപ്പിക്കുക. ബാക്കി കാര്യങ്ങൾ യൂണിവേഴ്സ് നോക്കിക്കോളും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ധൈര്യത്തിനെ ഉയർത്തിക്കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.